നമസ്കാരം, ഡെമോക്രാറ്റിക് ന്യൂസിലേക്ക് സ്വാഗതം. ഈ തിരഞ്ഞെടുപ്പിൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടാൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ NDA സർക്കാർ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നയം നടപ്പിലാക്കുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. കടപ്പ ജില്ലയിലെ ജമ്മലമടുഗു നിയമസഭാ മണ്ഡലത്തിൽ നടന്ന റാലിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആന്ധ്രാപ്രദേശിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പുകളും ഒരേ സമയം നടക്കുന്നു. അടുത്ത 5 വർഷത്തിനുള്ളിൽ രാജ്യത്തുടനീളം ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന പ്രതിജ്ഞാബദ്ധത തങ്ങൾ നിറവേറ്റുമെന്നും ഇത് ധാരാളം സമയവും ഊർജവും ലാഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആന്ധ്രയിലെ YSRCP സർക്കാർ തങ്ങളുടെ അഴിമതി നടപടികളിലൂടെ സംസ്ഥാനത്തെ കടക്കണിയിലേക്ക് നയിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. നിലവിലെ ഭരണകാലത്ത് ആന്ധ്രാപ്രദേശിന്റെ കടം 13.5 ലക്ഷം കോടി രൂപയായി ഉയർന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ജഗൻമോഹൻ റെഡ്ഡി സർക്കാരിന്റെ അഴിമതി ഭരണം അവസാനിപ്പിക്കാനാണ് TDPയുമായും ജനസേനയുമായും BJP സഖ്യത്തിൽ ഏർപ്പെട്ടതെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. സംസ്ഥാനത്തെ ക്രമസമാധാന നില വഷളായതിൽ സംസ്ഥാനത്തെ ജനങ്ങൾ മടുത്തു. തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ എല്ലാ NDA സ്ഥാനാർത്ഥികൾക്കും പിന്തുണ നൽകണമെന്നും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഭൂമിയിൽ നിന്ന് ഡിനോസറുകൾ അപ്രത്യക്ഷമായതുപോലെ കോൺഗ്രസ് രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിയിൽ നിന്ന് അപ്രത്യക്ഷമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. 10 വർഷം കഴിയുമ്പോൾ ഏത് കുട്ടിയോടും ചോദിച്ചാൽ കോൺഗ്രസ് പാർട്ടി എന്താണെന്ന് പറയും. രാഹുൽ ഗാന്ധിയെ പാകിസ്ഥാനിൽ പുകഴ്ത്തിയെന്നാരോപിച്ച അദ്ദേഹം ഗാന്ധി കുടുംബത്തിന് ഇന്ത്യയിൽ രാഷ്ട്രീയം ചെയ്യാൻ ധാർമ്മിക അവകാശമില്ലെന്നും പറഞ്ഞു. മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിനെ കോൺഗ്രസ് അവഗണിച്ചെങ്കിലും പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകി ആദരിച്ചത് NDA ആണെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരമേറ്റ ശേഷം ലോകത്തെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറിയെന്നും 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകാൻ ഒരുങ്ങുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് 25 കോടിയോളം ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റിയതായി രാജ്നാഥ് സിംഗ് പറഞ്ഞു. 22,000 പൗരന്മാരെ ഒഴിപ്പിക്കാൻ ഇന്ത്യയെ പ്രാപ്തരാക്കാൻ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം 4.5 മണിക്കൂർ നിർത്തിവെച്ചത് മോദി കാരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. മുൻപ് കോൺഗ്രസ് അധികാരത്തിൽ നിന്നപ്പോൾ ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിരുന്നുവെന്നും വാജ്പേയിയുടെയോ മോദിയുടെയോ നേതൃത്വത്തിലുള്ള BJP സർക്കാരുകൾക്കെതിരെ ഒരു അഴിമതി ആരോപണം പോലും ഉയർന്നിട്ടില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു.